എന്തിന്റെ കേടാടാ മക്കളെ? നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല, അവൻ എടുത്ത് പുറത്ത് വിട്ടേക്കുന്നു. നാണം കെട്ട നാറി. കടിച്ചോട്ടെ എന്ന് രേണുസുതിയോട് ചോദിച്ചപ്പോ എന്നെ കടിക്കാൻ പറയണോ? കടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ കടിക്കല്ലേ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്റെ ചുണ്ട് വന്ന് കടിക്കാൻ ഞാൻ പറയണോ? വേറെ എന്തൊക്കെ കാണിക്കുന്നില്ല സബ്സ്ക്രിപ്ഷൻ? നീ വേറെ ആൾക്കാരൊക്കെ ഇതൊന്നും നീ എന്താടാ ഇടാത്ത, പുറത്ത് ലീക്ക് ചെയ്യാത്തത്? നിനക്കൊക്കെ പേടി. എടാ, രേണുസുതിക്ക് ഒന്നുമില്ല. രേണുസുതി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചല്ലോ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ, വേറൊന്നും കടിച്ച് കാണിച്ചുമില്ലല്ലോ. അപ്പൊ ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് തന്നെയാണ്, അതായത് നല്ല മര്യാദയ്ക്ക് തന്നെയാണ് ഞാൻ സബില് ചെയ്യുന്നത്. മനസ്സിലായോ? നീയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഇതിനകത്ത്. മനസ്സിലായോ മക്കളെ? നീ ഇട്ടാൽ എനിക്ക് കോപ്പാണ്. ഞാൻ ഇനിയും ലൈവ് ഇടും. മനസ്സിലായോ? എന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ലൈവ് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ രേണു ഉണ്ടെങ്കിൽ തനിക്കെതിരെ നിനക്ക് നെഗറ്റീവായുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്ക് രംഗത്ത് വന്ന് ഇത് ഇത്ര ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഞാനുണ്ടെങ്കിൽ വലിയ തെറ്റൊന്നും ചെയ്തില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയാനുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അവർക്ക് തന്നെ അറിയാം ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർ നെഗറ്റീവായുള്ള കമൻസ് ഇടും. അതൊക്കെ വരുമെന്ന് അറിഞ്ഞിട്ടും ഇതേണക്ക് രേണു ചെയ്യുന്നത് എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇതേണക്ക് കുറേ നാളായിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് ഇതേണക്ക് എപ്പോൾ നോക്കിയാലും രേണു എന്ത് ചെയ്താലും എന്തെങ്കിലും നെഗറ്റീവായുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. കാരണം അതിലൂടെയാണ് ഭയങ്കരമായിട്ട് ഇപ്പോൾ രേണു കയറിക്കൊണ്ട് വരുന്നത് തന്നെ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇപ്പോൾ അധികമായിട്ട് നമ്മൾ ഫേമസ് ആവണമെങ്കിൽ സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാച്ചുറൽ ടാലൻറ്റ് ഉപയോഗിച്ചിട്ട് ഫേമസ് ആവുക, അതല്ലെങ്കിൽ ഇതിനകത്തുള്ള എന്തെങ്കിലും നെഗറ്റീവുള്ള കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ഫേമസ് ആവുക. ഇപ്പോൾ രേണു പറയുന്നത് എന്നെപ്പറ്റി ഇതിനൊക്കെ പറയേണ്ട, നിങ്ങളെന്തിനാണ് ഈ വീഡിയോ ലീക്ക് ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അവരുണ്ടെങ്കിൽ ഇതിനൊക്കെയുള്ള സബ്സ്ക്രിപ്ഷനിൽ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് ഒരുപാട് പേര് ലീക്ക് ചെയ്യില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് കാണുന്നത് അവർ മാത്രമല്ല, ഇത് കാണുന്നവർ തീർച്ചയായിട്ടും അതിൽ നിന്ന് വീഡിയോ എടുത്തത് ലീക്ക് ചെയ്യുക, അല്ലാത്ത ഒരുപാട് പേര് കണ്ടിട്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. അത് നല്ലതല്ല. ഇവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഗുണമുള്ളത് കുറച്ചെങ്കിലും ചെയ്യണം. അതല്ലാതെ ഇതേ കണക്ക് എന്തും ചെയ്യുക, ആൾക്കാർ ചോദ്യം ചെയ്യില്ലെന്നൊക്കെ പറയുന്നത് കറക്റ്റായിട്ടുള്ളത് കാര്യമല്ല.